അപ്പോൾ ഹലോ ഗായ്സ്, എൻ്റെ പേര് ഡോൺ രാജപ്പൻ. എൻ്റെ പേര് കേട്ട് നിങ്ങളാരും ചിരിക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ ഉണക്ക കോല് പോലെ ഇരിക്കണമെങ്കിലും 10 ആളുടെ തീറ്റ ഞാൻ ഒരുമിച്ച് തിന്നും. അതാണ് എൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞത്. പിന്നെ ചില ഗുണ്ട കേസുകളിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട് കേസ്. അതിനൊക്കെ നമ്മൾ നിഷ്പ്രയാസം ഊരി വരും. അതാണ് ഇതാരും വിളിക്കുന്നുണ്ടല്ലോ. ഞാനൊരു ഗുണ്ടയും കൂടെയാണ് കേസ്. ഇനി വല്ല കൊട്ടേഷനും വിളിക്കുകയാണോന്ന് അറിയില്ല. എന്തത് ഇതാരപ്പോൾ വിളിക്കുന്നു? ഒന്നുകൂടെ വിളിച്ചാൽ പറഞ്ഞ് തിരിച്ചു വിളിച്ചു നോക്കാം. റഷീദ് എന്ന് പറഞ്ഞ ചെക്കനെ വിളിച്ചത്. കേസ് ഒരുത്തനെ തട്ടാനുണ്ട്. ഒക്കെ അങ്ങ് പോയി തട്ടിയിട്ട് വരാം. എൻ്റെ വീട്ടിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേസ്. നല്ല ആളുള്ള സ്വിമ്മിങ് പൂളൊന്നും അല്ല, പക്ഷേ എനിക്ക് നീന്താനും അറിയില്ല കേസ്. ഇപ്പോൾ വന്ന് ഇടിച്ചേനെ കേസ്. നീന്താനും അറിയില്ല. നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം. ആ വീട്ടിലുണ്ടാവുമോ? വീട്ടിലുണ്ടായാൽ തീർന്നു. ആ കുറച്ചുകൂടെ എളുപ്പമായേനെ. വീട്ടിലില്ലേ ഞാൻ തോക്കൊണ്ട് വെടി വെച്ച് ഞാൻ കൊല്ലും. എൻ്റെ ഡിഫണ്ടർ സുഖമല്ലല്ലോ. പുതിയൊരു വണ്ടി മേടിക്കണം. കാശ് വലിച്ച് വാരി എറിയല്ലേ. പുതിയത് ഒരെണ്ണമല്ല, ഒരു 5 എണ്ണം തന്നെ മേടിച്ചേക്കാം. അമ്മേ, അയ്യോ, പൈസ എങ്ങാണ്ടാണ് അവൻ്റെ വീട്. ഒരു യെല്ലോ പെയിൻ്റ് അടിച്ച വീടെങ്ങാണ്ടാണെന്നാണ് പറഞ്ഞു ഗൈസ്. അങ്ങനെ അവൻ്റെ വീട്ടിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ്റെ വീട്ടിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവൻ്റെ വീട്ടിലേക്ക് ഇതാ തോക്ക് കൊടുത്ത് നമുക്ക് പോവാം. ഇറങ്ങി പോടാ. എവിടെയോ ഗൈസ് അവൻ വീട്ടിലില്ല എന്നാട്ട് തോന്നണേ. വീട്ടിലുണ്ടെങ്കിൽ വെടിവെച്ച കേട്ടുമ്പോഴത്തേക്കാണ് അലറിയിട്ട് ഓടുണ്ടാവും. അവൻ വീട്ടിലില്ല ഗൈസ്, മുകളിലില്ല. പക്ഷെ എന്താ ചെയ്യുക? നമുക്ക് ആ കൊട്ടേഷൻ നാളെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അവനെ ഇന്ന് വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേന്ന് പറയുന്നത് വിളിച്ചു നോക്കിയാലോ. എന്തേലും ക്ലൂ കിട്ടിയാലോ. ഓക്കെ അവനൊരു വെള്ള കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ള കളർ ഡ്രസ്സ് ആരൊക്കെ ഇട്ടിട്ടുണ്ടാവും? നമുക്ക് അവനെന്തായാലും കണ്ടുപിടിക്കാം. വെള്ള കളർ ഡ്രസ്സ്, ഒരു കറുപ്പ് ടൈയുമാണ് ഇത്ര. വണ്ടിയിലൊക്കെ നമുക്ക് കയറാം. നേരെ വണ്ടിയിൽ കയറി നമുക്കങ്ങനെ പോവാം. വണ്ടിയിൽ കയറി ഈ ഇതിന് വെളുത്ത കളറുണ്ടല്ലോ, അത് അവനല്ല ഉറപ്പാണ്. ഇത് ബൈക്കോട് ചോണവനാണോ? അല്ല, ബൈക്കോട് ചോണ കറുത്ത ഡ്രസ്സാണ്. നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം. ഇവിടെ എങ്ങാനും ഇവിടെ ഉണ്ടെങ്കിലോ. അയ്യോ അമ്മ, പുതിയൊരു വണ്ടി വാങ്ങണം. എന്താ ചെയ്യുക? അതവനാണോ? ഇതവൻ തന്നെ ഗൈസ്. കറുപ്പ് ടൈ അല്ല, ഒരു പാൻ്റ് എന്നാണ് പറഞ്ഞത്. അവനെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അങ്ങോട്ട് വാടാ. അയ്യോ എന്നെ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ അമ്മ, വേണമെന്നും തരാം. അപ്പം നിന്നെ അടിക്കാനൊന്ന് കൊട്ടേഷൻ നിന്നിരിക്കണത്. എന്നിട്ട് വാടങ്ങോട്ട് എന്നെ തിരിച്ചടിക്കണോ? അങ്ങനെ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പോവാം. എത്ര വീണ്ടും ഇതാക്കണത്? എത്ര മെസ്സേജ് ഉണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ കയറി വെടിവെച്ച് ബോംബിട്ട് പൊട്ടിക്കണം. ബോംബിട്ട് പൊട്ടിക്കാനാ? പിന്നല്ല, നമ്മളത് ചെയ്തിരിക്കും. പിന്നെ ഡോൺ എന്ന് പറഞ്ഞിട്ട് ഞാനെന്തിനാ ഇവിടെ ഇരിക്കണത് ബോംബ് തൊട്ടില്ലെങ്കിൽ. ഞാൻ പാർക്കിങ്ങിലൊന്നല്ലെന്ന്, ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കത്തിക്കാമെന്നാ.
പോലീസ് സ്റ്റേഷൻ കത്തിക്ക്. അതിന് ചോദിക്കാൻ താനാരോടോ? ഞാനിവിടുത്തെ SI ആ. SI ഉള്ളിൽ റിസപ്ഷനിലല്ലേ ഇരിക്കുന്നത്? ഇവിടുത്തെ SI ഇങ്ങനെ. അതെന്താ സാർ അങ്ങനെ? അത് കോൺസ്റ്റബിള് എന്നെ അടിച്ച് പുറത്താക്കിയിട്ട് ഇട്ടിരിക്കാം. അയ്യോ, താൻ എന്തോ കാണിക്കണേ? സാറേ വെടിവെക്ക് സാറേ. ഞാൻ വെടിക്കൂല, ഞാൻ ഇവിടെ നിൽക്കും. മോനെ എന്നെ ഇതിന്ന് ഒഴിവാക്കി തരണം. ഞാൻ ഇവിടുത്തെ പാവം ഒരു SI ആണ്. സാറേ, നമ്മൾ ഒഴിവാക്കി തരാം. വേറെ ലൈനൊക്കെ തട്ടാം. പിന്നെ ആ കോൺസ്റ്റബിളെ മെയിനായിട്ട് തട്ടിക്കും. ഇവനെ അങ്ങ് ആദ്യം തട്ടിക്കാതെ ചന്തിക്ക് തന്നെ കൊടുത്തിട്ട് വെടിവെക്ക്. നിന്നോട് പ്രത്യേകം എണീക്കാൻ പറയണോ? അയ്യോ, പിന്നല്ല ഗൈസ്, നമ്മൾ പോലീസിനെ തട്ടി ഉണ്ട്. ഇത് നമുക്ക് സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ ഇടാം. സ്റ്റിക്കി ബോംബ് നമ്മളിട്ട് പോവാണ്. സ്റ്റിക്കി ബോംബ് കുറച്ച് സ്റ്റിക്കി ബോംബൊക്കെ മതിയാവും. എൻ്റെ കയ്യിൽ സ്റ്റിക്കി ബോംബ് അല്ലെങ്കിലും സ്റ്റോക്കില്ല. ഇനി നമുക്ക് പൊട്ടിക്കാം. അടക്കം പൊട്ടിക്കാനുള്ള സമയമായി. നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. അയ്യോ, പോലീസ്. അയ്യോ സാറേ, ഞാൻ ഒരു പാവാണ്. എന്നെ ഒന്നും ചെയ്യരുത്. പാവോ? അയ്യോ, ഈ പറഞ്ഞ പാവാണോടെ ഈ പോലീസ് സ്റ്റേഷൻ ഇടിച്ച് നശിപ്പിച്ചത്? സാറേ, ഇത് ഞാനൊന്നല്ല നശിപ്പിച്ചത്, വേറെ ഏതോ ഒരു ആളാണ്. എൻ്റെ അതേ മുഖച്ചായക്കുള്ള ഒരാളാണ്. നിൻ്റെ അതേ മുഖച്ചായോ? ഇതേ വണ്ടി ആയിരുന്നല്ലോടാ. അത് എൻ്റെ വണ്ടിയുള്ള കുറേ ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ. ഉണ്ടല്ലോ സാറേ, അത് മൈൻഡാക്കണ്ട. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നിന്നെ ഒന്ന് വെടിവെച്ച് കൊല്ലൂടാ. അയ്യോ, വെടിവെക്കല്ലേ സാറേ, ഞാൻ പൊക്കോളാം. അമ്മ, അയ്യോ അയ്യോ ഓട്. അയ്യോ, ഇറങ്ങി ഓട്. എടാ, ഇറങ്ങി ഓടിയാ നിന്നെ ഓടിച്ചിട്ട് വെടിവെക്കും. അയ്യോ, ഒന്നും ചെയ്യല്ലേ സാറേ, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. അയ്യോ, ഇറങ്ങി ഓടിക്കോ. അമ്മ, വെടിവെക്കല്ലേ. ഓട്. വെടിവെക്കല്ലേ സാറേ, വെടിവെക്കല്ലേ സാറേ, വെടിവെക്കല്ലേ. അയ്യോ, വെടിവെക്കല്ലേ സാറേ, വെടിവെക്കല്ലേ. അയ്യോ, വേറെ സാറ് അല്ല, ഞാനത്തെ പേടിക്കുന്നു. നമുക്ക് ഇയാടെ വണ്ടി എടുത്താൽ പോയാലോ? സാറേ, ആ വണ്ടി ഇങ്ങോട്ട് തരുമോ? വണ്ടി ഒന്നും തരാൻ പറ്റില്ല. എന്താണ് നീ പറയണ? ചെയ്യണമ്മ. നമ്മളാ വണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളാ വണ്ടി എടുത്ത് നമുക്ക് നൈസായിട്ടൊന്ന് സ്കൂട്ടാവാം. പിന്നെ നൈസായിട്ട് സ്കൂട്ടായി. അമ്മോ, അയ്യോ, എനിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അയ്യോ, ഇടിച്ചില്ല. നേരെ നമുക്കിനി ദുബായിലോട്ട് പോവാം. ഇനി മസനഗുഡി വഴി ദുബായിലോട്ട് പോകുന്നത് എനിക്കൊന്നും പറ്റിയില്ല. അയ്യോ, ഞാൻ മോളിൽ നിന്ന് താഴേക്ക് വീണേ. അമ്മേ, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. നമുക്ക് ദീന്ന് കാണാതെ കൊന്നല്ല. RPG എടുത്തിട്ടുണ്ട്. പേടിയൊന്നുമില്ല. ഒന്നുകൂടെ തന്നെ. അയ്യോ,